എന്താണ് പരിപാടി? ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടൻ ബീഫ് മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് അരിഞ്ഞ് തന്നിട്ട് അപ്പോൾ ഞാൻ മസാലയൊക്കെ തിരുമ്മി വെച്ച് കറി വെക്കാൻ നോക്കുവാണ്. അപ്പോൾ ഇതിലോട്ട് സവാള അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ, ഉപ്പ് പൊടി, മീറ്റ് മസാല, എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം തിരിഞ്ഞ് പിടിപ്പിക്കട്ടെ, എന്നിട്ട് വേണം കറി വയ്ക്കാൻ. നല്ല മണം വരുന്നുണ്ട്. അപ്പൊ കുറച്ച് കറിവേപ്പിലയുടെ കുറവുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞാവ് പോയിട്ട് കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് വരട്ടെ. ഉണ്ണിയുടെ വണ്ടി ഉണ്ണി കഴുകിയോ? ഉണ്ണി മിടുക്കനാണല്ലോ. ഉണ്ണിക്കുട്ടന്റെ വണ്ടിയൊക്കെ കഴുകി മീനിക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും കൊക്കോ പറിക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഞാൻ അടുക്കളയിലാണ് ചോറും കറി വെക്കാനായിട്ട് എൻ്റെ പണി. ഞാൻ കൊക്കോ പറിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വാവച്ചിയും കുഞ്ഞാപ്പുമാണ് പപ്പാച്ചിയുടെ അസിസ്റ്റൻ്റ് അല്ലേ? പപ്പയുടെ കൂടെ ഇരുന്ന് കൊക്കോക്കെ പറിച്ച് എല്ലാം എടുത്ത് വെച്ചേരേ കേട്ടോ. അപ്പം അമ്മ വരുമ്പോഴത്തേക്കും കറിയും ചോറൊക്കെ ആക്കി വെച്ചേക്കാവേ. നമ്മുടെ ഉണ്ണിക്കുട്ടനും കുഞ്ഞാപ്പും കൂടി ഇവിടെ വണ്ടി ഇടിക്കൊണ്ടിരിക്കുകയാണ്. അവരെൻ്റെ ചോടിയിട്ടിപ്പിതാണ് ഉണ്ണിക്കുട്ടനും വണ്ടിയെ. അവനുള്ള ചെളി കൂടെയൊക്കെ വണ്ടി ഇട്ട് കറക്കി ലാസ്റ്റ് വണ്ടി ഒരു പാണ്ടവണ്ടി പോലെ ആയിട്ട്, പാട്ടവണ്ടി പോലെ. ലാസ്റ്റ് അവൻ തന്നെ അത് കഴുകിയെല്ലാം വെച്ചു കേട്ടോ. നമുക്കിനി പപ്പയുടെ ചോദിച്ചു നോക്കാം. ഉണ്ണീസിൻ്റെ വണ്ടി കഴുകിത്തരാണോടാ കുഞ്ഞാപ്പു? നീയല്ലേനുള്ള ചെളി കൂടെ എല്ലാം കറക്കി അടിച്ച് കുത്തിയിരുത്തത്. പിന്നെ ചെളിയിൽ നിന്ന് മറിഞ്ഞ് വീഴുകയും ചെയ്തു, കറക്കി അടിച്ച് കുത്തിയിരുന്നിട്ട്. നമ്മുടെ കുഞ്ഞാറ്റ വണ്ടിയൊക്കെ തേച്ച് കഴുകാണ്. വണ്ടി രാവിലെ എണീച്ചിട്ട് പല്ലേച്ചില്ല കേട്ടോ കാഴ്ച. അതുകൊണ്ട് കുഞ്ഞാറ്റ അവന് പല്ലേച്ച് കൊടുക്കുവാണ്. ചെറുതായിട്ടൊക്കെ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ചേട്ടൻ തുണിയൊക്കെ വെയിലത്തിട്ടു. എനിക്ക് ഭയങ്കര മടിയാ. ചേട്ടാ ഇതാ വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. എന്താ കാപ്പി അല്ല ചായ ഇതോടെ വെച്ചിട്ടുണ്ടേ. അങ്ങനെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചേട്ടയൊക്കെ മുറ്റത്താണ്, അവർ വേറെ പണികളിലേക്ക് ഇറങ്ങിയേക്കുവാണ്. പിന്നെ മുറ്റത്തൊന്നും ഇറങ്ങിയൊന്നുമില്ല. നല്ല ജലദോഷം തലവേദനയൊക്കെ ആയതുകൊണ്ട് അടുക്കളയിലെ പണി തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ഞാൻ ബീഫ് കറി വെച്ചിരുന്നത് കുക്കറിലാണ്. വിറകടുപ്പിൽ വെക്കുന്ന രുചിയൊന്നും കുക്കറിൽ വെച്ചാലൊന്നും കിട്ടില്ല എന്നറിയാം. എന്നാലും ഞാൻ കുക്കറിലാട്ടോ ഇപ്രാവശ്യം കറി വെച്ചത്. അപ്പോൾ ഞങ്ങളിതാ ഉച്ചത്തേക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങളും തന്നെ ഞാനാട്ടോ കഴിക്കുന്നത്. ഞാനായിട്ട് ഏറ്റവും അവസാനം കഴിക്കുന്നത്. പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചോറല്ല, ഞാൻ പൊറോട്ടയാണ് എടുത്തത്. രാവിലെ ആയിട്ട് പൊറോട്ട മേടിച്ചായിരുന്നു. അപ്പോൾ രാവിലെ പൊറോട്ട മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കരുതി ബീഫ് കറി അല്ലേ, അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞാപ്പി തട്ടെ വിജയിച്ച അവിടെ ഒടിഞ്ഞിരുന്നോണ്ട് കൊതി ഇടും അമ്മ. പൊറോട്ടയും ബീഫും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. എൻ്റെ സൗണ്ടൊക്കെ മാറിയില്ലേ? നല്ല ജലദോഷം കേട്ടോ. ഇതെന്താ കാണിക്കുന്നത്? കഴിച്ചോണ്ടിരിക്കുമ്പോൾ തലേ നോക്കണം. ഞാൻ ആസ്വദിച്ചത് കഴിക്കാൻ കരുതിയപ്പോൾ. എനിക്ക് എന്തുകൊണ്ട് തന്നില്ല? ഞങ്ങൾ വേഗം ഒന്ന് കഴിക്കട്ടെ. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യാനൊന്നും മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റത്തൊന്നും അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ അങ്ങനെ വല്ല വീഡിയോസൊന്നും എടുക്കാൻ കഴിയത്തുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണല്ലോ. പിന്നെ അച്ഛന് ആവിയൊന്ന് പിടിക്കുകയാണേ. നല്ല കഫക്കെട്ടും ജലദോഷമൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ഞാൻ മരുന്നൊക്കെ ഒന്ന് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരം കിട്ടിയ കൂണാണ്. 2 കൂണേ കിട്ടിയുള്ളൂ കേട്ടോ. ഞങ്ങൾ പറമ്പ് മൊത്തം നോക്കി വേറെ എവിടെയെങ്കിലും കൂണുണ്ടോയെന്ന്. എവിടെ 2 കൂണ് കിട്ടിയത് തന്നെ ഭാഗ്യം. പിന്നെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ മഴയത്ത് എല്ലാം ചീഞ്ഞെല്ലാം പോവല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ കൂണ് അമ്മ നല്ല വൃത്തി കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കൂണൊക്കെ ഉണ്ടാക്കുന്നത് അമ്മ തന്നെയാണ്. പിന്നെ ഞാൻ ആ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ. രാവിലെ കുറച്ച് കൊക്കോ പരിപ്പൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ചേട്ടയെ കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ ഇന്ന് ബ്രെഡ് മേടിച്ചിട്ട് വരണം, നമുക്ക് ബ്രെഡും ബീഫ് കറിയും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ബ്രെഡ് മേടിച്ചിട്ടൊക്കെ വന്നു. നാമം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടും പറഞ്ഞു, അമ്മ വാ എനിക്ക് ബ്രെഡ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോൾ എന്നെ നാമം ചൊല്ലാൻ പോലും അവൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ നാമം ചൊല്ലി പകുതി ആയപ്പോഴത്തേനും അവന് ബ്രെഡൊക്കെ എടുത്ത് കൊടുത്ത് ചായയൊക്കെ തിളപ്പിച്ച് പാൽ ചായയൊക്കെ ആക്കി റെഡിയാക്കി. അന്നേരം പിന്നെ നാമെല്ലാം പിള്ളേരൊക്കെ നാമം ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാനും നോക്കി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കണം. പിന്നെ ബ്രെഡും ബീഫ് കറി നല്ല അടിപൊളിയാട്ടോ. പറ അമ്മയുടെ സ്പെല്ലിങ് പറ. ആറോ ഈയാ ഒന്നെങ്കിൽ ഓ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന്. ഉറപ്പാണോ? പിള്ളേർക്ക് തിങ്കളാഴ്ച എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിക്കുകയാണ്. 2 പേരെ മാറി മാറി പഠിപ്പിക്കുകയാണ്. ഒരാൾ ഇവിടെ നിന്ന് ആൻസർ പറയുമ്പോൾ അടുത്ത ആൾ അവിടെ നിന്ന് ആൻസർ പറയും. അങ്ങനെ 2 പേര് മാറി മാറി പഠിപ്പിക്കലാട്ടോ പണി. പിന്നെ കട്ടിലിൻ്റെ തൊട്ടടുത്ത് ചേട്ടായി കിടപ്പുണ്ട്. ചേട്ടായോട് പറഞ്ഞ് സൗണ്ട് പറയുന്നു. പക്ഷേ എൻ്റെ സൗണ്ടൊന്നും കുറയില്ല കേട്ടോ. പിള്ളേരെ പഠിപ്പിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര സൗണ്ടായിരിക്കേ. ഞാൻ പിള്ളേർ മാത്രമല്ല വീട്ടിലെല്ലാവരും പഠിപ്പിക്കുന്ന രീതി വരും. അടുത്ത് പറയട്ടെ അമ്മ. അടുത്തത് അഡാപ്റ്റേഷൻ ഓഫ് ഈഗിൾ ആണ്. അതാണ് keen eyesight, sharp beaks. പഠിപ്പിച്ചോണ്ടിരുന്നപ്പോഴാണ് അമ്മ കൂണ് ശരിയായി വാ മക്കളെ ചോറ് തിന്നാന്ന് പറഞ്ഞതേ ഉള്ളൂ. അന്നേരത്തെ അവളുമാർ ചന്തിയും കുണിക്ക് കാണിച്ച് ബുക്കൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല, കാരണം ഒരുവിധം എല്ലാം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ 2 പേർക്ക് നല്ല മാർക്കൊക്കെ ഉള്ളത് ഞാൻ അവരെ ക്ഷമിച്ചു. പിന്നെ ചോറ് കഴിക്കലാണ്. പിന്നെ കൂണ് ഫ്രൈയും ചോറും കഴിക്കുകയാണ് ചേട്ടയെ. ഞാൻ പിന്നെ ചോറ് കഴിക്കാറില്ല രാത്രിയിൽ. വൈകുന്നേരം ബ്രെഡും ബീഫും കഴിച്ചല്ലേ. പിള്ളേർ ചോറ് കഴിച്ചില്ല, അവർ കൂണ് കഴിച്ചത്. എനിക്ക് കൂണ് വേണ്ടാന്നല്ല. ഇനി കൂണും ബീഫും എല്ലാം കൂടെ ആകുമ്പോൾ എന്തോ പോലെ അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വൈകുന്നേരം എന്ത് കഴിച്ചാലും ചേട്ടായി ഒരു പിടുത്തം ചോറും എന്തെങ്കിലും ഒരു ചമ്മന്തി കൂട്ടി കഴിക്കട്ടെ. അത് ചേട്ടായി കഴിച്ചില്ലെങ്കിൽ ചേട്ടയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചേട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചട്ടിയിൽ കൂണൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അവിടെ അപ്പുറത്ത് അമ്മ കഴിക്കുന്നു, ഇവിടെ ചേട്ടായി കഴിക്കുന്നു. പിന്നെ ചേട്ടായിനെ കൊതിപ്പിച്ച് കഴിക്കുക കേട്ടോ. എന്താ രുചി, എന്താ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. പക്ഷേ എവിടെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വാപ്പച്ചി നോക്കി എന്നെ കൊതിപ്പിക്കാനായിട്ട് ഫോർക്കിൽ ഇങ്ങനെ കുത്തിയിട്ടൊക്കെ കഴിക്കുകയാണ് കേട്ടോ എന്നെ കാണിച്ചുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. കാരണം ഇടയ്ക്കിടയ്ക്ക് കൂണ് കിട്ടുന്ന കേട്ടോ. മിക്കവാറും ഞങ്ങൾക്ക് കൂണൊക്കെ കിട്ടുന്നതാണ്. അന്നേരമൊക്കെ അതേ രുചി തന്നെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.